Good afternoon. Good afternoon, ma'am. Good afternoon, Good afternoon, ma'am. Good afternoon. ma'am. As soon as possible, ഏത് ചാപ്റ്ററിലാണെന്ന് ചോദിച്ചിരുന്നില്ലേ? ചോദിച്ചിരുന്നു. ഫ്രണ്ട് ഓഫീസ് കിട്ടി. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റില് പേജ് നമ്പർ 42. ഫ്രണ്ട് ഓഫീസ് ഞാൻ എടുത്തിട്ടില്ല. ഫ്രണ്ട് ഓഫീസ് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഓഫീസിലുണ്ടല്ലേ? വേറൊരു ചാപ്റ്ററിലും കൂടി ഉണ്ട്. ആണല്ലേ? അയ്യോ, ഇല്ല, വേറെ ആർക്കെങ്കിലും കിട്ടിയോ? മിസ്സേ 10 ചാപ്റ്ററേ വായിച്ചിട്ടുള്ളൂ. അടുത്ത ചാപ്റ്റർ വായിക്കുമ്പോ പറയാം. ഓക്കെ, 10 ചാപ്റ്റർ വായിച്ചു. ഓക്കെ ഓക്കെ, ചാപ്റ്റർ വായിച്ചിട്ട് നോക്കിയാ മതി. ഓക്കെ, എല്ലാരും ഫുഡൊക്കെ കഴിച്ചില്ലേ? കഴിക്കാത്തവരൊക്കെ ഉണ്ടോ? കഴിച്ചു. സ്റ്റാർട്ട് ചെയ്താലോ? കഴിച്ചില്ല ആരും? കഴിക്കാത്തവരില്ല എന്നല്ലേ? കഴിച്ചിട്ടില്ല? എന്ത് പറ്റി ഷാനിക്ക്? മിസ്സേ ഭക്ഷണം കഴിച്ച് ഉറക്കം വരും മിസ്സേ, അതുകൊണ്ട്. ഉറക്കം വരും. അപ്പൊ ടൈമിന് ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഉറങ്ങാലോ, 3:30-ക്ക് ശേഷം ഉറങ്ങാം. അപ്പൊ പിള്ളേര് വരും അല്ലെ ക്ലാസ്സിൽ നിന്ന്? മിസ്സേ ഫുള്ള് പണിയാ മിസ്സേ. ചെറിയ കുട്ടി. അപ്പൊ അതിനെ നോക്കണം, എല്ലാം കൊണ്ട് പണിയാ. ഓക്കെ, കുട്ടിക്ക് എത്ര മാസാണോ, മന്താണോ, അല്ലെങ്കിൽ വയസ്സായിട്ടുണ്ടോ? കുഞ്ഞു കുട്ടിയാണോ? 2 വയസ്സാണ് മിസ്സേ. അറിയാം, മൂത്ത 2 വയസ്സായ കുട്ടി എന്ന് പറഞ്ഞാല് എന്താ കേട്ടില്ല? മൂത്ത സ്കൂളിൽ പോവാണ്. പിന്നെ വൈകുന്നേരം വന്നു പറഞ്ഞ പിന്നെ അവളെ പഠിപ്പിക്കണം, അവളെ ട്യൂഷൻ വിടണം, മദ്രസയിലെ എക്സാം എല്ലാം പാടിയിട്ട് കുഴഞ്ഞു കിടക്ക. സെൽഫ് കെയർ ഒന്നും ഇല്ല. ഓക്കെ, ശരിയാണ്. അമ്മമാരാകുമ്പോ ശരിക്കും പറഞ്ഞാ ഒന്ന് മുടിയിരിക്കട്ടാൻ വരെ നമുക്ക് ടൈം ഉണ്ടാവാത്തൊരവസ്ഥ. ശരിക്കും അലവലാദികൾ പോലെ നിൽക്കും നമ്മള് അല്ലെ? അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതെ, നമ്മൾക്കൊക്കെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെലിവറി കഴിഞ്ഞാല് നമ്മളെ തന്നെ കെയർ ചെയ്യാതെ വരും അല്ലെ? കെയർ ചെയ്യില്ല, നമ്മളെ നോക്കില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറും. പിന്നീട് കുട്ടികളൊക്കെ ഒന്ന് വലുതാകുമ്പോഴേ നമുക്ക് എന്താ ഒരുങ്ങി നടക്കാനായിട്ടും അല്ലെങ്കിൽ പിന്നെ ജോലിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോ കറക്റ്റ് ആയിട്ട് അതെ അതെ എന്താ ജോലിക്ക് പോകുമ്പോഴൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുങ്ങ അങ്ങനത്തെ രീതിയിലേക്ക് ഒക്കെ ആവുള്ളൂ. കുഞ്ഞുങ്ങളൊന്നും ഇത്തിരി വലുതാകണം, അല്ലെങ്കിൽ ഇപ്പൊ ഓടി നടക്കുന്ന പ്രായമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് അല്ലെ? നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. 2 വയസ്സൊക്കെ പറഞ്ഞാല് ഇരിക്കാൻ പറഞ്ഞിരിക്കില്ല, ചിലപ്പോ ഓടും അല്ലെ? ഓടുന്ന അവസ്ഥ. നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കൂല, ചിലപ്പോ എന്താ ജനലിലൊക്കെ പിടിച്ചു കയറാം. ആൺകുട്ടിയാണോ? അതെ മിസ്സേ. പെൺകുട്ടിയാലും കാണാം ഇപ്പോഴത്തെ കാലത്ത്. അയ്യോ, ഭയങ്കര വളവാ മിസ്സേ. എന്റെ മോളത് ഭയങ്കര പണ്ടൊക്കെ. അപ്പൊ ഈ പള്ളിയിലൊക്കെ കൊണ്ടുപോകുമ്പോ ഇങ്ങനെ ഓടി നടക്കും, കുർബാനൊക്കെ നടക്കണ ടൈമില്. അപ്പൊ എല്ലാവരും പറയും മോള് ഭയങ്കര കുടുംബത്തെയാണല്ലേ, അതാണ് ഇതാണ് എന്ന് പറയും. പക്ഷെ കുറച്ചു നാൾ കഴിയുമ്പോ ശരിയാവും, ആള് സൈലന്റ് ആവും എന്നൊക്കെ പറയുന്നു. ഇപ്പൊ അങ്ങനെ ആൾക്ക് ഇപ്പൊ 6 വയസ്സായി ആൾക്ക്. അപ്പൊ ഇങ്ങനെ സൈലന്റ് ആയി തുടങ്ങിയിട്ടുണ്ട് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഒരു എൻവയോൺമെന്റിനോട് പൊരുത്തപ്പെട്ട ആള് വരുന്നത്. ഇപ്പൊ ഇടയ്ക്ക് ഞാൻ ഓഫീസിൽ കൊണ്ടുവരാറുണ്ട്, ശനിയാഴ്ചകളിലൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ ക്ലാസ് ഒന്നും ഉണ്ടാവാറില്ലല്ലോ ഇവിടെ, വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങൾക്ക്. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് വീട്ടിലാരുമില്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവരാറുണ്ട്. കോൺവെക്കേഷൻ ആയാലും ആളെ ഇടയ്ക്ക് കൊണ്ടുവരും. കോൺവെക്കേഷൻ ഒക്കെ നടക്കുന്ന ടൈമില് ആളവിടെ ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ടീച്ചേഴ്സിന്റെ കുട്ടികളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവരാറുണ്ട് ക്ലാസ്സില്ലാത്ത ടൈമിൽ. ക്ലാസ്സിൽ കാര്യങ്ങൾ നോക്കാനായിട്ട്. പിന്നെ അങ്ങനെ
നമ്മുടെ കോൺവൊക്കേഷന് മോളെ കൊണ്ടുവരണേ മിസ്സേ. ഓക്കെ, കൊണ്ടുവരാം. എല്ലാവരുടെയും കുഞ്ഞുങ്ങളൊക്കെ കാണാമല്ലോ നമുക്ക്. യെസ് കാണാം. എല്ലാവരും കൊണ്ടുവരണം കേട്ടോ. ഓ അവൻ കൊണ്ടുവന്ന എന്താ മിസ്സേ? എല്ലാവരും വരണമെന്ന് പറഞ്ഞതാണ്. എല്ലാവരും വരില്ലേ കോൺവെക്കേഷന്? കാണണമെന്ന് ആഗ്രഹം ഉണ്ടല്ലോ എല്ലാവർക്കും. ഓക്കെ. അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വായപ്പോ നമുക്ക് ഒരുമിച്ച് ഫോട്ടോ അതൊക്കെ എടുത്ത് നമുക്ക് അല്ലെ, നല്ല രസമായിരിക്കും. അതുപോലെ തന്നെ ഡാൻസ് ഒക്കെ പഠിച്ച് MT സ്റ്റുഡൻസിന്റെ ഒക്കെ കാണാറുണ്ടോ നിങ്ങള്? കോൺവെക്കേഷന്റെ റീൽസ് ഒക്കെ കാണാറുണ്ടോ? മിസ്സിന്റെ ഡാൻസ് ഒക്കെ കണ്ടിരുന്നു ഞങ്ങള് ചെട്ടിക്കുളങ്ങര. കണ്ടായിരുന്നു. കണ്ടായിരുന്നു, നന്നായിരുന്നു. പാകപ്പഴകളും പാളിച്ചകളൊക്കെ ഉണ്ടാവും ഞങ്ങളുടെ ഡാൻസില്. അത് നിങ്ങളൊന്ന് എന്താണ് നന്നായിരുന്നു മിസ്സേ, നല്ലതായിരുന്നു. അടിപൊളിയായിരുന്നു മിസ്സേ, സൂപ്പർ ആയിരുന്നു. മിസ്സേ ഓൺലൈൻ ക്ലാസ്സിൽ കാണുന്ന പോലെ അല്ലായിരുന്നു അതില് ഫേസ്. ഒരു ഡിഫറെന്റ് ആയിരുന്നു എല്ലാ മിസ്സുമാരുടെ ഫേസ്. ശരിയാണ്. നിങ്ങളുടെ ഡാൻസ് നിങ്ങൾ കണ്ടോ? പക്ഷെ കമന്റ് ഒന്നും പറയരുതല്ലോ. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ടൈമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാലോ. കാരണം ക്ലാസ് എടുക്കുക, പിന്നെ അതിന്റെ ഒരു കിട്ടുന്ന ഒരു 12 ടൈം, 12 to 1 മണി വരെയാണ് ഞാൻ ബ്രേക്ക് ടൈം കിട്ടുന്നത്, ഒരു ഇത്തിരി ടൈം. അപ്പോ അത് മോക്ക് ടെസ്റ്റ് ഇടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതിന്റെ ഇടയിൽ കൂടിയാണ് ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ 1 മണി to 1:30 വരെ ഫുഡ് കഴിക്കും. അത് കഴിഞ്ഞ് പിന്നെ ക്ലാസ് കഴിക്കാറുണ്ട്. അങ്ങനെ അപ്പൊ ടൈമൊന്നും അങ്ങനെ കിട്ടാറില്ല. ചിലപ്പോ എന്തെങ്കിലും ശനിയാഴ്ചകളിലൊക്കെ ടൈം കിട്ടാണെങ്കിൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പകപ്പിഴകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോ സ്റ്റെപ്പ് മറന്നു പോവാം. ഡാൻസ് കാണുമ്പോൾ തന്നെ അറിയാലോ നിങ്ങൾക്ക്. ഓക്കെ, ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞതാണ്. നല്ലോണം പ്രാക്ടീസ് ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല. ഇടയ്ക്ക് ഇങ്ങനെ ടൈം കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ നമുക്ക് പകപ്പിഴകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ ഡാൻസിൽ. അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കണ്ടാൽ മതി. ഓക്കെ. അപ്പോ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കോൺവെക്കേഷൻ വരുമ്പോൾ ഇതൊക്കെ ഒന്ന് ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ അവതരിപ്പിക്കാവുന്നതാണ്, പ്രസന്റ് ചെയ്യാം. ഓക്കെ, ഞങ്ങളൊക്കെ കൂടിയിട്ട് ചിലപ്പോൾ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. MT സ്റ്റുഡൻസിന്റെ ഒക്കെ കാണാറുണ്ടോ നിങ്ങള്? MT സ്റ്റുഡൻസ് ഒക്കെ അവിടെ വന്നിട്ട് ഡാൻസ് കളിക്കാറുണ്ട് കേട്ടോ സ്റ്റേജിലൊക്കെ. അങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ബാച്ചിന്, നമ്മുടെ HA ബാച്ച്, ഇതുവരെ മിക്ക ബാച്ചുകളൊന്നും കളിച്ചിട്ടില്ല, ഡാൻസും കാര്യങ്ങളൊന്നും കളിച്ചിട്ടില്ല, വേണമെങ്കിൽ നിങ്ങളുടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഇവിടെ പ്രസന്റ് ചെയ്യാം. ഡാൻസേഴ്സ് ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ നല്ല സിംഗേഴ്സ് ഉണ്ട്. പാട്ടൊക്കെ പാടാം, എല്ലാം ചെയ്യാം. പാട്ട് പാടാം, ഡാൻസ്, സ്കിറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് അവര്. അങ്ങനെ അവര് പിന്നെ ടീച്ചേഴ്സിന്റെ ഒരു ഇതിലേക്ക് അങ്ങനെയുള്ളൊരു ഇതാണല്ലോ മോണ്ടിസോറി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ്സിലും അങ്ങനെയാണ് കൊടുക്കുന്നത്. HA എന്ന് പറയുമ്പോൾ വ്യത്യസ്തമാണ്. കോഴ്സ് നമ്മളിങ്ങനെ പഠിപ്പിക്കുക എന്നുള്ള രീതിയിലാണ്. മറ്റേത് നമ്മൾ ടീച്ചേഴ്സിന്റെ ആയതുകൊണ്ടാണ് അവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് അത്ര കുഴപ്പമുണ്ടാവില്ല, അവർക്ക് ചെയ്യാനായിട്ടൊക്കെ മടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. HA ആകുമ്പോ എന്താ, നമ്മള് കോഴ്സ് പഠിപ്പിക്കുക, 6 മാസം കോഴ്സ്, അതിന്റെ ഇടയിൽ സംസാരിക്കാൻ അതിനൊന്നും നേരമൊന്നും ഉണ്ടാവില്ല നമുക്ക്. അതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലാസ് എടുത്ത് പോണത്. നമുക്ക് ടൈമൊന്നും കിട്ടില്ല നമുക്ക് ഇന്ററാക്ട് ചെയ്യാനോ അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട്. ഇപ്പോ നിങ്ങളുടെ തന്നെ ഇപ്പോ നെക്സ്റ്റ് February 4th ആകുമ്പോഴത്തേനും തീർക്കണം. അപ്പൊ അതിനുള്ള റിവിഷൻ തരാൻ പറ്റണമെങ്കിൽ റിവിഷൻ തരണം. ഈ പോർഷൻ അബ്രിവേഷൻ ഇപ്പൊ എടുത്ത് കഴിയും, കുറച്ച് ടീച്ചിങ് കൂടി ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എക്സാമിന് ടെൻഷൻ ഉണ്ടാവും, ഫസ്റ്റ് എക്സാം ആയതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടാവും അല്ലെ. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ എക്സാം കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും എല്ലാവരും. ഓക്കെ, ടെൻഷൻ ഉണ്ട്, അതൊക്കെ ഓക്കെ ആയിക്കോളും. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ടെൻഷനുണ്ട്, ഫസ്റ്റ് എക്സാം ആയ ടെൻഷനുണ്ട്. കുഴപ്പമില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ടെൻഷനും കാര്യങ്ങളും ഇപ്പൊ എങ്ങനെയാണ്, ചിലവർക്ക് ഓൺലൈനിലൊന്നും എക്സാം എഴുതിയിട്ടുണ്ടാവില്ല, ആ ടെൻഷൻ ഉണ്ടാവാം. ചിലവർക്ക് ഞാൻ പേടിപ്പിക്കാൻ പറയണതല്ല, ഈ
ഈ എന്താ റേഞ്ചിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് ചിലപ്പോ ഓപ്പൺ ആക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ വരാം. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓഫീസിൽ ഉടനെ വിളിച്ച് പറഞ്ഞാൽ മതി. പേടിപ്പിക്കാനല്ല കേട്ടോ, ഞാൻ പറഞ്ഞതാണ്. അപ്പൊ എക്സാം ഒക്കെ എഴുതുമ്പോ റേഞ്ചിൽ കൊടുത്തിട്ട് പോയിരിക്കാം. അതുപോലെ തന്നെ ലിങ്ക്, ഇപ്പൊ എക്സാം ഇപ്പൊ 2 മണിക്കാണെങ്കിൽ 1:45 തന്നെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് വരും. അപ്പൊ ആ ലിങ്കിൽ കയറിയിട്ട് ഓപ്പൺ ആക്കിയിട്ട് ഒരു 2 മണിയാകുമ്പോഴത്തേനും ലിങ്ക് വരും, ഓപ്പൺ ആക്കിയിട്ട് ചെയ്താൽ മതി. അപ്പൊ ഒരു 1:45 കയറിയിരിക്കുക, വാട്സപ്പ് ഗ്രൂപ്പിൽ കയറാ. എന്നിട്ട് 2 മണിയാകുമ്പോഴത്തേനും ലിങ്ക് വരുമ്പോ ചെയ്താൽ മതി. എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ട്, നമ്മള് ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോ അത് ആവുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഓഫീസിലൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. അവര് പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. വീഡിയോ ഓൺ ആക്കിയിട്ടാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. വീഡിയോ ഓൺ ആക്കിയിട്ട് എഴുതിയാൽ മതി. അതൊക്കെ ടൈം മിസ് പറഞ്ഞു തരാം. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞു തരാം. പ്രിവേഷൻസ് ഒക്കെ വരും. നമ്മൾ എടുക്കുന്ന ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളായിരിക്കും എക്സാം വരുന്നത് കേട്ടോ. ഇപ്പൊ കുറച്ച് ടെൻഷനൊക്കെ കുറഞ്ഞോ? എന്നാലും ടെൻഷൻ ഉണ്ടാവും, മിസ്സിന് അറിയാം. കാരണം ഫസ്റ്റ് ടൈമാണ് എക്സാം, ഓൺലൈൻ ആണ് എക്സാം അല്ലെ. കുഴപ്പമില്ല, ആ എക്സാം അത് ഫസ്റ്റ് ഒന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേനും ശരിയാവും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഒബ്സർവേഷൻ? ഓക്കെ, അശ്വതി മിസ്സിന്റെ മോത്സറിയും കൂടി എടുക്കാനുള്ളൂ, വേറെ എടുത്തു കഴിഞ്ഞില്ലേ? 2 അശ്വതി മിസ് ഉണ്ട്, അശ്വതി രഞ്ജിത്ത്. കഴിഞ്ഞ ക്ലാസ്സിലെ മിസ്സിന്റെ മോർച്ചറി അല്ലേ മിസ് എടുത്തോണ്ടിരിക്കുന്നത്? ലേബർ റൂം ഉണ്ട്, മോർച്ചറി കഴിഞ്ഞു. ഓക്കെ ഓക്കെ. ലേബർ റൂം ഏകദേശം എത്ര പേജ് ഉണ്ടാവും അറിയോ? ഓക്കെ, ചെറിയ ചാപ്റ്റർ ആണോ ലേബർ റൂം? ആറ് പേജ് ഉള്ളൂ. ഓക്കെ, ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ചിലപ്പോ നെക്സ്റ്റ് വീക്ക് ആകുമ്പോ ചിലപ്പോ ഒരു റിവിഷൻ തരാനായിട്ട് ടൈം കിട്ടുമെന്ന് അറിയാനായിട്ടാണ് ഞാൻ ചോദിച്ചത്. ചിലപ്പോൾ കിട്ടുമായിരിക്കാം, അപ്പൊ നമുക്ക് റിവിഷൻ ചെയ്യാം. ഓക്കെ, മോക്ക് ടെസ്റ്റ് ഒക്കെ എല്ലാവരും കൃത്യമായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, 73 വരെയല്ലേ വന്ദന മിസ് പറഞ്ഞ് നിർത്തിയത്? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. 74 തൊട്ട് 188 വരെ കേട്ടോ. 174 തൊട്ട് 188 വരെയുള്ള പേജിലെ ഭാഗങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം 174. ഓക്കെ, 174 MCG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോഗ്രാം. MCG മീനിങ് അല്ലെങ്കിൽ അതിന്റെ അബ്രിവേഷൻ ആണ്, എക്സ്പാൻഡഡ് ഫോം ആണ് മൈക്രോഗ്രാം. ഓക്കെ, ഇനി ക്യാപിറ്റൽ ലെറ്റർ MCL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മിഡ് ക്ലാവിക്കുലർ ലൈൻ മോഡിഫൈഡ് ചെസ്റ്റ് ലീഡ്. മിഡ് ക്ലാവിക്കുലർ ലൈൻ മോഡിഫൈഡ് ചെസ്റ്റ് ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ECG ഒക്കെ എടുക്കുമ്പോൾ അതിൽ കാണിക്കുന്ന ലീഡ് ഉണ്ടാവില്ല. ECGയിൽ നമ്മൾ കാണിക്കുന്ന ഇലക്ട്രോണിക്കലി ആണല്ലോ അത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കാണിക്കുന്ന ആ ലീഡിനെയാണ് എന്തെന്ന് പറയുന്നത്? MCL, മിഡ് ക്ലാവിക്കുലർ ലൈൻ മോഡിഫൈഡ് ചെസ്റ്റ് ലീഡ് എന്ന് പറയുന്നത്. ഇനി MEQ. ഓക്കെ, മില്ലി ഈക്വലന്റ്. MEQ എന്ന് പറഞ്ഞാല് മില്ലി ഈക്വലന്റ്. MG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? മില്ലിഗ്രാം. MG മില്ലിഗ്രാം. ഇനി MI എന്ന് പറഞ്ഞാലോ? മയോകാർഡിയൽ ഇൻഫാർക്ഷൻ. ഓക്കെ, മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഡിയാക് അറസ്റ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് കേട്ടോ.
എഴുതി വെക്കാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. കാർഡിയാക് അറസ്റ്റ്, ഹൃദയാഘാതം. അപ്പൊ കാർഡിയാക് അറസ്റ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് MI. MI എന്ന് പറഞ്ഞാല് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് MICU. കേട്ടിട്ടുണ്ടാവും അല്ലെ? നമ്മളിപ്പോ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോ നമ്മൾ കാണാറുണ്ട് അല്ലെ? MICU, NICU അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. രണ്ട് അബ്രിവേഷൻസ് ആണ് ഇതിനുള്ളത്. മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, ഇനി എന്താ MIN? MIN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിൻ എന്ന് പറഞ്ഞാല് മിനിറ്റ്സ്. ഓക്കെ, മിനിറ്റ്. ഇനി എന്താണ് സ്മോൾ ലെറ്റർ M, ക്യാപിറ്റൽ ലെറ്റർ L എന്ന് പറഞ്ഞാൽ എന്താണ്? മില്ലി ലിറ്റർ. ML എന്ന് പറഞ്ഞാല് മില്ലി ലിറ്റർ. ഇനി സ്മോൾ ലെറ്റർ MM എന്ന് പറഞ്ഞാല് മില്ലിമീറ്റർ. MMHG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. ഇനി നെക്സ്റ്റ് വൺ എന്താണ്? MRI. MRI അറിയാലോ, നമ്മള് റേഡിയോളജിയിൽ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടാന്ന് എനിക്കറിയില്ല, ഞാൻ പഠിപ്പിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. ഓർമ്മയുണ്ടാ റേഡിയോളജി സർവീസില്? ഓർമ്മയുണ്ട്. മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? MRI എടുക്കുന്നത്, CT സ്കാൻ, അൾട്രാസൗണ്ട്, എക്സ്റേ ഇതൊക്കെ പഠിച്ചതാണ്. അതിനകത്ത് ഉണ്ടല്ലേ MRI. MRI എന്ന് പറഞ്ഞാല് മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ്. ഇനി MS എന്താ? MS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർഫിൻ സൾഫേറ്റ്. മോർഫിൻ സൾഫേറ്റ് എന്ന് പറഞ്ഞാല് വേദന സംഹാരിയാണ് കേട്ടോ. വേദന സംഹാരി. മോർഫിൻ സൾഫേറ്റ് വേദന സംഹാരി. ഓക്കെ, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആണ്. ഓക്കെ, നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെയാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, MS-ന് രണ്ട് അബ്രിവേഷൻസ് ഉണ്ട്. മോർഫിൻ സൾഫേറ്റ് വേദന സംഹാരി എന്നും പറയുന്നുണ്ട്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്നും പറയുന്നുണ്ട്. അതായത് നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. ഇനി MS-O4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? മോർഫിൻ സൾഫേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇതിനു മുൻപ് പറഞ്ഞത് കേട്ടോ. അപ്പൊ MS-O4 എന്ന് പറഞ്ഞാലും മോർഫിൻ സൾഫേറ്റ് തന്നെയാണ്. MVA എന്ന് പറഞ്ഞാൽ എന്താണ്? മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ്. MVA എന്ന് പറഞ്ഞാല് മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ്. MVC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ക്രാഷ്. മോട്ടോർ വെഹിക്കിൾ ക്രാഷ്. MVC മോട്ടോർ വെഹിക്കിൾ ക്രാഷ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പേജിൽ നമ്മൾ വായിച്ച് വന്നത്. ഇനി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. 173 വരെയുള്ളത് 12 മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലെ? എന്നിട്ടില്ലേ? ഓക്കെ, ബാക്കിയുള്ളത് 166 മുതൽ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടില്ല. ഇല്ലല്ലേ? ഓക്കെ, മിസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഓക്കെ, ഫസ്റ്റ് പേജ് തുടങ്ങി മിസ് പറയാം. ഓക്കെ, ആ പേജില് 166 മുതൽ 188 വരെയുള്ള ആ പോർഷനില് ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. മാർക്ക് ചെയ്ത് വെക്കാം. 173. നെക്സ്റ്റ് വൺ 174. നെക്സ്റ്റ് വൺ 175. നെക്സ്റ്റ് വൺ 179. നെക്സ്റ്റ് 175. നെക്സ്റ്റ് 176. നെക്സ്റ്റ് 176. നെക്സ്റ്റ് 177. 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 നെക്സ്റ്റ് 1
179. നെക്സ്റ്റ് വൺ 184. 184. നെക്സ്റ്റ് വൺ 187. 187. ലാസ്റ്റ് വൺ 188. 188. അപ്പൊ ഒന്നുകൂടിയും പറയാം. 173, 174, 175, 179, 184, 187, 188. കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ, വാങ്ങിച്ചു നോക്കിക്കോളൂ കേട്ടോ.
വായിച്ചു കഴിഞ്ഞെങ്കിൽ പറയണം കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? നെക്സ്റ്റ് നോക്കിയാലോ? ഓക്കെ, ഇനി നമ്മൾ 189 മുതൽ 211 വരെയുള്ള പേജിലത്തെ ഭാഗങ്ങളാണ് നോക്കുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കാം. MVP. MVP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിട്രൽ വാൽവ് പ്രൊലാപ്സ്. ഓക്കെ, മിട്രൽ വാൽവ് പ്രൊലാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൃദയത്തിന്റെ വാൽവ് ശരിയായ രീതിയിൽ അടയാതിരിക്കുക. ഓക്കെ ഓക്കെ, ഹൃദയത്തിന്റെ വാൽവ് ശരിയായ രീതിയിൽ അടയാതിരിക്കുന്ന ഒരവസ്ഥ, അതിനെയാണ് മിട്രൽ വാൽവ് പ്രൊലാപ്സ് എന്ന് പറഞ്ഞാല്. ഇനി എന്താണ് എൻ? എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ. ഓക്കെ, എൻ എന്ന് പറഞ്ഞാല് നോർമൽ. എന്നെ എന്ന് പറഞ്ഞാൽ എന്താ? സോഡിയം. സോഡിയം. ഓക്കെ, എന്നെ സോഡിയം. ഇനി NA അതുപോലെ തന്നെ N/A എന്ന് പറയുന്നുണ്ട്. അതിന് നോട്ട് അപ്ലിക്കബിൾ. നോട്ട് അപ്ലിക്കബിൾ. NA അല്ലെങ്കിൽ N/A എന്ന് പറഞ്ഞാല് നോട്ട് അപ്ലിക്കബിൾ. ഇനി NaCl അറിയാലോ, സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് എന്തിന്റെ രാസനാമമാണ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്? എന്തിന്റെയാണ്? പഠിച്ചിട്ടുണ്ടാവുമല്ലോ നമ്മള്, ഉപ്പ് അല്ലെ? ഓക്കെ, ഉപ്പിന്റെ രാസനാമമാണ് കേട്ടോ NaCl എന്ന് പറയുന്നത്. ഇനി എന്താണ് NaD? NaD എന്ന് പറഞ്ഞാല് നോ അപ്പാരന്റ് ഡിസ്ട്രസ്, നോ അപ്രീസിയബിൾ ഡിസീസസ്. ഓക്കെ, രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. നോ അപ്പാരന്റ് ഡിസ്ട്രസ്, നോ അപ്രീസിയബിൾ ഡിസീസ്. ഓക്കെ, NaHCO3. NaHCO3 എന്ന് പറഞ്ഞാല് സോഡിയം ബൈകാർബണേറ്റ്. ഓക്കെ, അപ്പക്കാരം നമ്മൾ പറയാറുണ്ടല്ലേ, കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പക്കാരം, ഇല്ലേ? പഠിച്ചിട്ടുണ്ടോ? NaHCO3. ഓക്കെ, സോഡിയം ബൈകാർബണേറ്റ്, അപ്പക്കാരം. ഓക്കെ, NC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നാസൽ കാനുല. നാസൽ കാനുല എന്ന് പറഞ്ഞാല് മൂക്കിലൂടെ ഇൻസേർട്ട് ചെയ്യുന്ന ഡിസീസസ് ആണ് നാസൽ കാനുല എന്ന് പറയുന്നത് കേട്ടോ. മൂക്കിലൂടെ ഇൻസേർട്ട് ചെയ്യുന്ന ഡിസീസസ്, അതിനെ പറയുന്ന പേരാണ് NC, നാസൽ കാനുല. ഇതിന്റെ അബ്രിവേഷൻ ആണ് പറയുന്നത്. ഇനി എന്താണ് NG? NG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നാസോ ഗ്യാസ്ട്രിക്. നാസോ ഗ്യാസ്ട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂക്കിലൂടെ ട്യൂബ് ഇറക്കി സ്റ്റൊമക്കിലേക്ക് എത്തിക്കുന്നതിനെയാണ് നാസോ ഗ്യാസ്ട്രിക് അല്ലെ. മൂക്കും അതുപോലെ തന്നെ നമ്മുടെ വയറുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ മൂക്കിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ട്യൂബ് ഇറക്കിയിട്ട് അത് വയറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് സ്റ്റൊമക്കിലേക്ക് എത്തിക്കുന്നതിനെയാണ് നമ്മൾ നാസോ ഗ്യാസ്ട്രിക് എന്ന് പറയുന്നത് കേട്ടോ. ഇനി NICU അറിയാവുന്നതാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ICU പറ്റി അല്ലെ. നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. NICU, നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, ഇനി എന്താ NIDDM എന്ന് പറഞ്ഞാല് നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ്
ഡയബറ്റിക്സ് mellitus എന്ന് പറഞ്ഞാൽ എന്തിനെയാണ്, എന്ത് ടൈപ്പ് ഓഫ് ഡയബറ്റിക്സിനെയാണ്, അല്ലെങ്കിൽ ടൈപ്പ് 1 ഉണ്ട് ടൈപ്പ് 2 ഉണ്ട് അല്ലെ. ഏതിനെയാ പറയുന്നത്? നോൺ ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിക്സ് mellitus. ടൈപ്പ് 1 ആണോ? ടൈപ്പ് 2 ആണ് കേട്ടോ. ടൈപ്പ് 2 പ്രമേഹത്തിന് പറയുന്ന പേരാണ് കേട്ടോ. നോൺ ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിക്സ് mellitus. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് NKA. NKA എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ഡ്രഗ് അലർജീസ്. നോൺ ഡ്രഗ് അലർജീസ്. ഇനി NPA. NPA എന്ന് പറഞ്ഞാല് നാസോഫാരിംഗിയൽ എയർവേ. ഓക്കെ, നാസോഫാരിംഗിയൽ എയർവേ. NPA എന്ന് പറഞ്ഞാല് നാസോഫാരിംഗിയൽ എയർവേ ആണ്. ഇനി NPO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽബർ ഓയിൽസ്. ഓക്കെ, നത്തിങ് ബൈ മൗത്ത് എന്ന് പറയുന്നത് കേട്ടോ. നത്തിങ് ബൈ മൗത്ത് അതിനെ പറയുന്നതാണ് നിൽബർ ഓയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നത്തിങ് ബൈ മൗത്ത്. ഇനി നെക്സ്റ്റ് ആണ് NS. NS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നോർമൽ സലൈൻ. ഓക്കെ, ഇനി NSR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ സീനസ് ഋതം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോർമൽ ഹാർട്ട് ഋതത്തിനെ പറയുന്നതാണ് കേട്ടോ. നോർമൽ ആയിട്ടുള്ള ഹാർട്ട് ഋതത്തിനെ പറയുന്നതാണ് നോർമൽ സീനസ് ഋതം എന്ന്. നോർമൽ ഹാർട്ട് ഋതം. ഓക്കെ, NTG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നൈട്രോഗ്ലിസറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൃദയത്തിലേക്ക് സിവിയർ ചെസ്റ്റ് പെയിൻ വരുമ്പോൾ, ഹൃദയത്തിന് സിവിയർ ആയിട്ടുള്ള ചെസ്റ്റ് പെയിൻ വന്നു കഴിയുമ്പോൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഡിസിൻ, അതിനെ പറയുന്ന പേരാണ് കേട്ടോ. ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ ഹൃദയത്തിന് സിവിയർ ആയിട്ടുള്ള ചെസ്റ്റ് പെയിൻ വന്നു കഴിയുമ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഡിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നൈട്രോഗ്ലിസറൈൻ എന്ന് പറയുന്നത്. ഓക്കെ, നൈട്രോഗ്ലിസറൈൻ. ഇനി എന്താ? N/V എന്ന് പറഞ്ഞാൽ അറിയാം നോസിയ ആൻഡ് വോമിറ്റിംഗ്. നമ്മള് എന്തിലാ പഠിച്ചിരിക്കുന്ന? റേഡിയോളജിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നോസിയ, വോമിറ്റിംഗ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, N/V. ഓക്കെ, ഇനി N/V/D എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നോസിയ ആൻഡ് വോമിറ്റിംഗ് ആൻഡ് ഡയറിയ. ഡയറിയ എന്താ? ഡയറിയ? വയറിളക്കം. അതുപോലെ വോമിറ്റിംഗ് അറിയാലോ, ഛർദി അല്ലെ. നോസിയ എന്ന് പറഞ്ഞാൽ എന്താ? നോസിയ എന്ന് പറഞ്ഞാൽ എന്താ? ഒക്കാന. ഓക്കെ, വെരി ഗുഡ്. NVD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നെക്ക് വെയിൻ ഡിസ്റ്റൻഷൻ. ഓക്കെ, നെക്ക് വെയിൻ ഡിസ്റ്റൻഷൻ. O2 അറിയാവുന്നതാണ്, ഓക്സിജൻ. ഓക്സിജൻ. OB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒബ്സ്ട്രക്റ്റിക്സ്. ഓക്കെ, ഒബ്സ്ട്രക്റ്റിക്സ്. ഓക്കെ, എന്താണ്? ഗൈനോക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. ഒബ്സ്ട്രക്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒബ്സ്ട്രക്റ്റിക്സ് ഒക്കെ എന്താണ്? ഗൈനോക്കോളജി അല്ലെങ്കിൽ പ്രസവം, അതുമായിട്ട് പ്രഗ്നന്റ് അല്ലെ. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇനി കറക്റ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, മാർക്ക് ചെയ്ത് വെക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 192. സെക്കൻഡ് വൺ 193. 192, 193, 196, 198, 198,
198, 207, 207, 210, 210. ഓക്കെ, കിട്ടിയോ? ഞാൻ ഒന്നും കൂടി വായിക്കാം കേട്ടോ, നമ്പേഴ്സ് വായിക്കാം. 192, 193, 196, 198, 207, 210. കിട്ടിയില്ലേ? വായിച്ചു വയ്ക്കുമെന്ന്. കുറച്ചേ ഉള്ളൂ, നമ്മുടെ കഴിയും. ഇതാ ഞാൻ പറഞ്ഞത്. അപ്പോ ടൈം കിട്ടും നമുക്ക് റിവിഷൻ ചെയ്യാനായിട്ട്. അതാണ് സ്ലോ ആക്കി എടുത്തത്. പതുക്കെ നമുക്ക് എടുത്തു പോയാൽ മതി, ടൈം ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് വീക്കോട് കൂടിയിട്ട് നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പല പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയിട്ടേ ഞാൻ ഒന്ന് ചെയ്ത് തരാം. നോക്കിയിട്ട് ഞാൻ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവുമല്ലോ, അത് നോക്കിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് റിവിഷൻ ചെയ്യാം. ഓക്കെ, ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് ഞാൻ വായിക്കാൻ പറയുമ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ വെള്ളം കുടിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ക്യാമറ ഓഫ് ചെയ്യുന്നത്. വെള്ളം കുടിക്കുമ്പോൾ അത് കാണുമ്പോൾ അതൊക്കെ ബോറല്ലേ. അപ്പൊ ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് വെള്ളം കുടിക്കും. ആംബുലൻസ് കഴിയാറായിരുന്നു. ആംബുലൻസ് സർവീസസ്, ആംബുലൻസിൽ സ്റ്റുഡിയോസ് എടുക്കുന്നത് ആയിട്ടില്ല. ഇനി എത്ര പേജ് ഉണ്ട് എടുക്കാനായിട്ട്? നെക്സ്റ്റ് വീക്കിലൊക്കെ കഴിയില്ലേ? സിംബൽസ് ഒക്കെ എത്തിയോ? സിംബൽസ് പറഞ്ഞോ മിസ്, സിംബൽസ് ഒക്കെ പറഞ്ഞു. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? നമുക്ക് അടുത്ത പേജും കൂടി നോക്കാവുന്ന. ഓക്കെ, നെക്സ്റ്റ് 212 മുതൽ 234 വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. 212 കേട്ടോ, ഫസ്റ്റ് വൺ നോക്കിയേ. OBS. OBS എന്താ? ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രോം. ഓക്കെ, ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രോം. ഓക്കെ, എന്താണ് ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിനിന്റെ മോശമായിട്ടുള്ള പ്രവർത്തനം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ബ്രെയിനിന്റെ ചിലപ്പോ എന്താണ് നല്ല രീതിയിലുള്ള പ്രവർത്തനമല്ല, ഇത്തിരി ബ്രെയിൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോ അതെന്താണ്, അത് പതിയെ അതിന്റെ പ്രവർത്തനം നിൽക്കാനായിട്ട് തുടങ്ങും അല്ലെ, ഒരു തകിടം മറിക്കുന്ന ഒരു രീതിയിൽ ആയിട്ട് മാറും അല്ലെ ബ്രെയിൻ എന്തെങ്കിലും. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഓർഗൻസും അങ്ങനെയാണ് അല്ലെ, അതിന്റെ ഒരു എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങളെ പതുക്കെ
ലോ ആയിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം വന്നു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പറയുന്നത് കേട്ടോ. ബ്രെയിനിന്റെ മോശമായിട്ടുള്ള പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിനെയാണ് OBS എന്ന് പറയുന്നത്, ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രോം. ഇനി നെക്സ്റ്റ് എന്താണ് OD എന്ന് പറഞ്ഞാല് കുറെ എന്താ എക്സ്പാൻഷൻ ഉണ്ട്, ഓവർഡോസ് ഉണ്ട്, റൈറ്റ് ഐ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ഔട്ട്സൈഡ് ഡയാമീറ്റർ, ഡോക്ടർ ഓഫ് ഒപ്റ്റോമെട്രി, അങ്ങനെ കുറെ എക്സ്പാൻഡഡ് ഫോംസ് OBക്ക് ഉണ്ട് കേട്ടോ. ODക്ക് ഉണ്ട്. ഓക്കെ, OD എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറഞ്ഞാല് ഓവർഡോസ്, റൈറ്റ് ഐ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ഔട്ട്സൈഡ് ഡയാമീറ്റർ, ഡോക്ടർ ഓഫ് ഒപ്റ്റോമെട്രി. ഇനി നെക്സ്റ്റ് ആണ് പറയുന്നത് OP അറിയാലോ, OPD, IPD എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. എന്താണ് ഔട്ട് പേഷ്യന്റ്, ഇൻ പേഷ്യന്റ് അല്ലെ. OPD സർവീസസ്, IPD സർവീസസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിക്കുന്നവരാണ്. ഔട്ട് പേഷ്യന്റ്, OP എന്ന് പറഞ്ഞാല് ഔട്ട് പേഷ്യന്റ്. OPA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓറോഫാരിംഗൽ എയർവേ. ഓറോഫാരിംഗൽ എയർവേ എന്ന് പറഞ്ഞാല് വായിലൂടെയും ഫാരിങ്സിലൂടെയും ഒക്കെ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു മെഡിക്കൽ ഡിവൈസസിനെയാണ് നമ്മൾ അത് പറയുന്നത് കേട്ടോ. OPA. ഓക്കെ, വായിലൂടെയും ഫാരിങ്സിലൂടെയൊക്കെ ഇൻസേർട്ട് ചെയ്യുന്ന മെഡിക്കൽ ഡിവൈസസിനെ പറയുന്നതാണ് ഓറോഫാരിംഗൽ എയർവേ എന്നുള്ളത് കേട്ടോ. ഇനി OR എന്ന് പറഞ്ഞാൽ എന്താ, ഓപ്പറേഷൻ റൂം. നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ, ഓപ്പറേഷൻ റൂം. OS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് ഐ. ഇനി OU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോത്ത് ഐ. ഓക്കെ, OS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔൺസ്. P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ. ആഫ്റ്റർ. PC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ മീൻസ്. ഓക്കെ, ഇനി എന്താ PCO2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ്. PDR എന്ന് പറഞ്ഞാല് ഫിസിഷ്യൻസ് ഡെസ്ക് റെഫറൻസ്. ഓക്കെ, ഫിസിഷ്യൻസ് ഡെസ്ക് റെഫറൻസ്. ഓക്കെ, PE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, പൾമണറി എംബോളിസം ഫിസിക്കൽ എക്സാമിനേഷൻ. രണ്ട് രീതിയിൽ പറയുന്നുണ്ട്, പൾമണറി എംബോളിസം ആൻഡ് എന്താ പറയുന്നത്, ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നുണ്ട്. ഇനി PEA എന്ന് പറഞ്ഞാൽ എന്താ, പൾസ്ലെസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. ഇനി പേൾ, PEARL, എന്താണ്, pupil equal and reactive to light. ഓക്കെ, ഇവിടെ pupil എന്ന് ഉദ്ദേശിക്കുന്നത് കൃഷ്ണമണിനെയാണ് കേട്ടോ. കൃഷ്ണമണി, pupils equal and reactive to light. ഇനി PEDS, ഓക്കെ, ബ്രാക്കറ്റിൽ S കൊടുത്തിട്ടുണ്ട് അല്ലെ, PED. അപ്പൊ എന്താണ്, പീഡിയാട്രിക്സ്. ഓക്കെ, പീഡിയാട്രിഷ്യൻ കേട്ടിട്ടുണ്ട് അല്ലെ, പീഡിയാട്രിക്സ്. ഇനി PEEP എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആൻഡ് എക്സ്പിറേറ്ററി പ്രഷർ. ഓക്കെ, ഇനി എന്താ പറയുന്നത്, പോസിറ്റീവ് എൻഡ് എക്സ്പിറേറ്ററി പ്രഷർ. PEEP, പോസിറ്റീവ് എൻഡ് എക്സ്പിറേറ്ററി പ്രഷർ. ഇനി വേറെ നോക്കിയേ, പേൾ എന്ന് പറഞ്ഞിട്ട് PERL, എന്താ, pupil equal and reactive to light. Pupil equal and reactive to light. Next നോക്കിയേ, PERRL, pupil equal round and reactive to light. Pupils equal round and reactive to light. Okay, pH എന്താ, ഹൈഡ്രജൻ അയൺ concentration. Okay, hydrogen ion concentration. ഇനി എന്താ, PPID എന്ന് പറഞ്ഞാല് pelvic inflammatory disease. Okay, pelvic inflammatory disease. ഇനി PND എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
Paroxysmal, paroxysmal, noctane, nocturnal, nocturnal, dyspnea. Okay, paroxysmal, nocturnal, dyspnea. Paroxysmal, nocturnal, dyspnea. Okay. ഇപ്പോ രാത്രിയിലൊക്കെ നൈറ്റിലൊക്കെ ഉണ്ടാകുന്ന സഡൻ ആയിട്ടുള്ള ശ്വാസ തടസ്സം ഉണ്ടാവില്ലേ, അതിനെ പറയുന്നതാണ് കേട്ടോ PND, പാരോക്സിമൽ നോക്ടർണൽ ഡിസ്പീനിയ. രാത്രിയിലൊക്കെ ഉണ്ടാകുന്ന സഡൻ ആയിട്ട് നമുക്ക് ചിലവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാവുമല്ലോ ശ്വാസ തടസ്സമൊക്കെ. ഓക്കെ, അതിനെ പറയുന്നതാണ് പാരോക്സിമൽ നോക്ടർണൽ ഡിസ്പീനിയ. അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. 212 212 214 214 216 216 224 224 227 227. ഒന്നുകൂടി ഞാൻ പറയാം. 212 214 216 224 227. കിട്ടിയില്ലേ നമ്പേഴ്സ്? ഞാൻ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇത്രയും വരെ മിസ് എടുത്ത് നിർത്താണ്. ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്രയും വരെ പറഞ്ഞതില്? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.